കള്ളപ്പന്നി കാശെണ്ണി വാങ്ങിച്ചിട്ട് കുടുംബത്തിന് സൂഹിക്കുന്നോടാ. ഇവൻ എന്നോട് എണ്ണി വാങ്ങിച്ച പണം പലിശ സഹിതം 50,000 രൂപ തലശ്ശേരി അർച്ചന ടൂറിസ്റ്റ് ഹോമിൽ ഇന്ന് തന്നെ എത്തിച്ചാൽ ഇവനെ നിനക്ക് ജീവനോട് കിട്ടും, അല്ലെങ്കിൽ ശവമായിരിക്കും. ഒരാഴ്ചക്കകമല്ല, ഒരു ദിവസത്തിനകം. എന്റെ ഈശ്വര, ഈ നേരത്തെ ഞാൻ ബാലന്റെ എവിടെ പോയി തപ്പും? കുറച്ചു മുമ്പ് ബാലന്റെ ബാങ്കിലേക്ക് പോകുന്ന ഞാൻ കണ്ടതാ. എങ്കിൽ ബാങ്കിൽ കാണും. ഞാൻ കണ്ടതല്ലേ? എന്നാ കമ്മിറ്റി കമ്മിറ്റിക്കാരല്ലാതെ അത്തോളി പറമ്പിലെ അതിർത്തി തർക്കത്തിന്റെ ആൾക്കാരാ. എങ്കിൽ കോടതി കാണും. അല്ലാതെ മൂപ്പരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പം കണ്ടല്ലേ? എന്നാ പഞ്ചായത്ത് ഓഫീസിൽ തന്നെ കാണും. നിങ്ങൾ ഇത് ഇവിടെ കണ്ടു അവിടെ കണ്ടു എന്ന് പറഞ്ഞ് നേരം കളയാതെ മൂപ്പരെ കുട്ടി ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ വേണ്ട. താങ്ക് യു. എന്തായി മൂപ്പരെ കിട്ടിയോ? ഔട്ട് ഓഫ് റേഞ്ചിലാ. ശാരദ, നീ കരയാതിരിക്കേ. ബാലന്റെ മൊബൈൽ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ആള് നമ്മുടെ പരിധിയിലുണ്ടെന്നാ. നീലാണ്ട സുലൈമാനെ നോക്കിക്കാൻ സൈക്കിൾ എടുക്കണം, നമുക്ക് ബാലന്റെ തപ്പാം. ഞാൻ പോയിട്ട് വരാം. അതിലല്ലേ ഇതില് ഞാൻ ടെസ്റ്റ് ചെയ്തല്ലേ. എല്ലാരും കൂടി കയറിയാലണ്ടല്ലോ കൊള്ളടിക്കാൻ വന്നാന്ന് കരുതും. സലാം, ബാലെ നോക്കി വന്നതാ. മാറടോ പെങ്ങളെ. ബാലേട്ടൻ എവിടെ പോയി? ബാലേട്ടൻ കൊടിയേറ്റം കാണാൻ പോയതാ. കൊടിയേറ്റം കാണാൻ പോയാ? ദൈവമേ, ആ പടം വീണ്ടും റിലീസ് ചെയ്തോ? പടമല്ല, വളയനാട് കാവിലെ ഉത്സവത്തിന്റെ കൊടിയേറ്റത്തിന്. എന്റെ വളയനാട് അമ്മേ.
ഓ എന്താന്നറിയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയ്ക്ക് അങ്ങോട്ട് മുഴക്കം ഉണ്ടായില്ലേ എന്നൊരു സംശയം. ഉണ്ടാവില്ല. രണ്ട് ചെവിയിലും വെള്ളം തിരികെ വെച്ചാ പിന്നെ സാക്ഷാൽ ഗർഭക്കലക്ക് പൊട്ടിയാലും പിന്നെ അല്ല, മുഴക്കമുണ്ടാവില്ല. ഞാൻ എന്റെ കൃഷ്ണ, നാട്ടിൽ 5 മിനിറ്റിനിടയിൽ 2 ബോംബ് വീതം പൊട്ടണ ഈ കാലത്ത് ഇങ്ങനെയുണ്ടോ ഒരു പേടിച്ചു? പേടിച്ചുട്ടോ? ഓ അല്ല, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? ബാല, കൊടിയേറ്റം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉത്സവം ഗംഭീര. അതിന്റെ ഉത്തരവാദിത്വം ബാലൻ ഏറ്റെടുക്കണം. അത് വേണോ? ജനസമ്മതനായ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേടിന് ഇവിടെ ഉള്ളപ്പോ എടോ, എനിക്ക് പേരും പദവിയും മാത്രമേ ഉള്ളൂ. നീയാണ് യഥാർത്ഥ ജനകീയൻ. എന്റെ വളയനാട്ടമ്മേ, ഇവനെ എന്തിനാ നാട്ടുകാരിട്ട് ഓടിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ. പഞ്ചായത്ത് മുഴുവനും ഉണ്ടല്ലോ ബാല. അതെ അതെ, ഇനി ഞാൻ ഇവിടെ നിന്നാൽ അത് വലിയൊരു പ്രശ്നമാകും. അപ്പൊ കുറുപ്പേട്ട പറഞ്ഞ പോലെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഭാവി പരിപാടി. കുറുപ്പേട്ട ബാലൻ എങ്ങടാ പോയത്? സ്ഥലം പറഞ്ഞില്ല. ദാ പോണം. ബാലേട്ടാ, ആനയുടെ വാടക. അയ്യോ, ആടാ. ആ, കാല് പോയി. പുലിവായും കാടുകടന്നും ഇടനാടും കോടുതകർത്തും പടിപോടെ പമ്മിപ്പായുന്നേ കടമേറി കാറ്റുകിതയ്ക്കും പടിവാതിൽ പട്ടണമേറി കുടമാറ്റം പൂരം കാണുന്നേ വിടുവായനായി പടുകൂട്ടനായി അവനാഞ്ഞു പറക്കുന്നേ ഇടിനാളവൻ വെടിനാളവൻ അവനക്കിടി വയ്ക്കുന്നേ ഒരു വൻപരമായവനീ വഴിയിൽ നിലവുന്നോ ബാലേട്ട ബാലേട്ട അയ്യോ. ആ, ബാലേട്ടാ, ബാലേട്ടാ, എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടേ? പണ്ടാണ് അടങ്ങിയിട്ട് ബാലറ്റ് എങ്ങോട്ടാ ഓടുന്നത്? നീ എന്തിനാ ഓടിയത്? ബാലറ്റ് ഓടിയിട്ടാ ഞാൻ ഓടിയത്. നീ എന്തിനാ ഇവന്റെ പുറകെ ഓടിയത്? ഇവൻ ഞങ്ങളുടെ മുന്നിലായതുകൊണ്ട് ഞങ്ങൾ അവന്റെ പുറകിലായതല്ലേ? ബാലറ്റ് ആകെ പ്രശ്നമായിരിക്കണം. അയ്യോ, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, പറയാൻ വേണ്ട. മതിയേ മതിയേ അയ്യോ, മതിയേ. കേട്ടിട്ട് ഒരു കുടുംബം മൊത്തം മോർച്ചറിയിലാവും. മൂർച്ചറിയോ? അതെ, അവരവനെ പൊക്കി. ആരാരെ പൊക്കി? സുകുമാരനെ, ആ ബ്ലേഡ് പാർട്ടി. എപ്പോ? ഇപ്പോ ഈശ്വര. വാങ്ങിയ പണം 50,000 രൂപ പലിശ അടക്കം തലശ്ശേരി അർച്ചന ടൂറിസ്റ്റ് ഹോമിൽ കൊണ്ട് കൊടുത്താ അവനെ ജീവനോടെ കിട്ടും. ഇല്ലെങ്കിൽ ശവമായിരിക്കും കിട്ടുക. ഇതിലേതാ വേണ്ടെന്ന് ബാലേട്ടൻ തന്നെ തീരുമാനിക്കും. എന്തായാലും ശവം വേണ്ട. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതെ. എന്താ ചെയ്യാ? ഉടനെ 50,000 എന്നൊക്കെ പറഞ്ഞാ ഇതെവിടെ ഒപ്പിക്കാനാ? എന്തെങ്കിലും തിരിമറി നടത്താന്ന് വെച്ചാ അതിനും വേണ്ട സമയം. എന്താ ചെയ്യാ? മണിയണ്ട, എന്തോ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? മണി എത്രയായിരുന്ന വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? വണ്ടി ബാലേട്ടാ, ഞാൻ റെഡി. നീ റെഡിയാണല്ലേ? ആ. ഓക്കേ. ഹലോ, രാധികയല്ലേ? ഇത് ബാലേട്ടൻ. എന്താ ബാലേട്ടാ? ഞാനേ ഒന്ന് തലശ്ശേരി വരെ പോവാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന്. സുഹൃത്തിന്റെ കല്യാണത്തിനോ? അങ്ങനെ ഒരു കല്യാണത്തിനെ കുറിച്ച് ബാലേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ, ഞാൻ പറഞ്ഞിരുന്നു. തിരക്കിനിടയ്ക്ക് രാധികയെ നീ മറന്നുപോയതായിരിക്കും. ബാലേട്ടൻ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ശരി ശരി, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേച്ചി എന്ത് പറഞ്ഞു? ചേച്ചി എന്തും പറയും. പോയാ വണ്ടി ഫുൾ ടാങ്ക് ആണോ? കാൽ ടാങ്കേ കാണൂ. കാലെങ്കിൽ കാലേ എത്തുന്നിടം വരെ എത്തട്ടെ. ബാക്കി നമുക്ക് നടന്നു പോവാം. അപ്പൊ എങ്ങനെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? പച്ച വെള്ളം പോലും കിട്ടാതെ നീ ഇവിടെ കിടന്ന് നരകിച്ച് ചാകാൻ പോകുന്ന വിവരം നിന്റെ നാട്ടിലറിയുമ്പോ ഏതെങ്കിലും ഒരുത്തൻ കെട്ടിയിടുന്നുള്ളും ഈ ബഷീറിന്റെ കാശുമായിട്ട്. ബഷീർ ഭായി, ഞാൻ വേണ്ട, തൽക്കാലം നീ ഇവിടെ കിടക്ക്. ബഷീർ ഭായി. ഹലോ,
അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. ആരാ മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. ബേക്കലിലെ പ്രശസ്തമായ മാളിയേക്കൽ തറവാട്ടിലെ കലന്തൻ ഹാജിയുടെ ഏക മകൻ ബസീർ. ബസീർ അഹമ്മദ്. Am I correct? അതൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ അത്താണിപ്പറമ്പിൽ ബാലേന്ദ്രൻ. ചിലരൊക്കെ എന്നെ ബാലേട്ടൻ എന്ന് വിളിക്കും. കോയ, എന്തേ? അതെടുത്ത് കൊടുക്ക്. ഒരു 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഈ വിസിറ്റിംഗ് കാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ പരിപാടി ഒഴിവാക്കാമായിരുന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സെറ്റിൽ ചെയ്യുമായിരുന്നില്ലേ? മൂപ്പരെ പണം കൊണ്ട് പകിട്ട കളിക്കുന്ന ആളാ, അറിയോ ഏ, കോയ, അതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പുന്നത്? ബൈ ദ വേ, വേർ ഈസ് സുകുമാർ? ബാലേട്ടാ ആ? ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണല്ലേ? ആ, ബസീറെ, ഒരാളെ ബന്ധനസ്ഥനാക്കാൻ ഈ ഭൂമിയിൽ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ, അമ്മയ്ക്ക്. അതും 9 months and 9 days മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഈശ്വരൻ നേരിട്ട് ജാമ്യം അനുവദിച്ചു കൊടുക്കും. ആ നിലയ്ക്ക് സുകുമാരനെ പൂട്ടിയിടാൻ ബസീറിന് ആരാണ് അനുവാദം തന്നത്? കാശെണ്ണി വാങ്ങി മുങ്ങി നടക്കുന്ന ഒരു കള്ളനെ പിടിച്ചു പൂട്ടാൻ എനിക്കാരുടെ അനുവാദം വേണ്ട. ബസീറെ, സുകുമാരൻ എങ്ങനെ കള്ളനാകും? ഒരു ശരാശരി ഇന്ത്യക്കാരൻ ചെയ്യുന്ന കാര്യമല്ലേ സുകുമാരനും ചെയ്തുള്ളൂ. പണം പലിശയ്ക്ക് കടമെടുത്തു. ബസീറെ, ഇല്ലാതാവുമ്പോ വാങ്ങാനും ഉണ്ടാവുമ്പോ തിരിച്ചു കൊടുക്കാനും ഉള്ളതാണ് പണം. എന്റെ പണം ആ കാറ്റഗറിയിലല്ല. അതെനിക്ക് ആവശ്യമുള്ളപ്പോ കിട്ടണം. ബസീറിന്റെ പണമെന്ന് പറഞ്ഞാ ബസീറിന്റെ ഫോട്ടോ വെച്ച് അടിച്ചിറക്കണ പണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരേ ഒരു പണക്കാരനെ ഉള്ളു ബസീറെ, അത് മറ്റാരുമല്ല, മഹാത്മാഗാന്ധിയാണ്. കൺട്രോൾ യുവർസെൽഫ്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത് പണമല്ലേ? അത് ഞങ്ങൾ തരാം. ഞങ്ങൾക്ക് വേണ്ടത് സുകുമാരനെയാണ്. അത് നിങ്ങൾ തരണം. ഓപ്പൺ ദ ഡോർ. ബസീറെ, കഥക് തുറക്ക്. ബാലേട്ടാ ഞാൻ ഇതുപോലൊരു ചീപ്പ് സെറ്റിൽമെന്റിന് വേണ്ടി ദിവസവും ലക്ഷങ്ങളുടെ ബിസിനസ് നടത്തുന്ന എന്നെ പോലെ ഒരു വ്യക്തിയെ ഇങ്ങോട്ട് വരുത്തിക്കാൻ പാടില്ലായിരുന്നു. മോശമായി പോയി സുകുമാർ, മോശമായി പോയി. അതെ, അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? അതിങ്ങടെ കാശും ചെക്കും കുഴഞ്ഞു കിടക്കും. ചെക്കാണോ? ചെക്കല്ലേ പിന്നീട് കാശാകുന്നത്. ചെക്കിന്റെ ഡീലിങ്സ് ആവുമ്പോ ബാപ്പ വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ ബാപ്പയെ വിളി. കോയാ, ബാപ്പയെ വിളി. വാപ്പാ, വാപ്പാ. ബാപ്പ ഇവിടെ സ്ഥലത്തിലിടൂ. അപ്പൊ വാപ്പയില്ലേ? എന്നാ ബാപ്പയുള്ള സ്ഥലത്ത് വിളി. ഇവിടെ റേഞ്ച് ഇല്ല. ഛേ, ഇവിടെ റേഞ്ച് ഇല്ല. കോയാ, എങ്കിൽ ലാൻഡ് ഫോണിൽ വിളി. കാര്യങ്ങൾ ടപ്പ് ടപ്പ് നടക്കട്ടെ. ചെല്ലേ നോക്കിക്കോണം. ചെല്ല് ബസീറെ. അല്ല, നിങ്ങൾ പോണില്ലേ? ഇവര് ബോഡി ഗാർഡ്സ് അല്ലേ? അപ്പൊ അവർക്ക് ഇവിടെ ഇങ്ങനെ നിന്നാ മതിയല്ലേ? അല്ല, ഇവരുടെ തന്നെ കൊപ്രാപ്പാണ്ടയിലും മരവിലും ഒക്കെ ഉണ്ട്. അവിടെയും പോയി നിൽക്കാറുണ്ട്. അവിടെയും പോയി നിൽക്കാറേ ഉള്ളൂ. ഭാഗ്യവാന്മാർ. മനുഷ്യരിവിടെ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുമ്പോ നിങ്ങളെ പോലുള്ളവർ വെറുതെ നിക്ക. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?